അങ്ങനെയുള്ളവിടെ എന്തിനാണ് ഇത്രയും ദുർബലനായ ഒരു രാഷ്ട്രീയമായ ഒരു ധാരണയുമില്ലാത്ത ഒരാളെ കൊണ്ട് മത്സരിപ്പിച്ചത്? അതിനൊരു ലക്ഷ്യമില്ലേ? അദ്ദേഹത്തിന് രാഷ്ട്രീയ ധാരണയില്ല എന്ന് പറയാനൊരു കാരണമുണ്ട്. അദ്ദേഹം ചില രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ എറണാകുളം ജില്ലയിൽ ഒരു സ്കൂളിനകത്ത് തട്ടമിട്ട പെൺകുട്ടിയെ ഇറക്കി വിട്ടു. വളരെ നിസ്സാരവൽക്കരിച്ചിട്ട് ലഘൂകരിച്ചിട്ടല്ലേ അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിയത്? വളരെ അതൊന്നും അദ്ദേഹത്തിന് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. മാത്രമല്ല, ഗാസയിൽ ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിയിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ആയിരക്കണക്കിന് മനുഷ്യർ കുരുതി നടത്തി ഇസ്രയേൽ. അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ എന്താ? ഈ ഗാസയിൽ മനുഷ്യക്കുരുതി നടത്തിയതിൽ ഇവിടെ പ്രതിഷേധിച്ചിട്ട് എന്താ കാര്യം എന്നാ ഇദ്ദേഹം പറയും. ഞാൻ അതുകൊണ്ടാ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത് ഇങ്ങനെയാണോ? ഇദ്ദേഹം ഒരു അരസംഖ്യയെ പോലെയല്ലേ സംസാരിച്ചത്? ഈ സംഖ്യകൾക്ക് മാത്രമല്ലേ ലോകത്തിലെ ഇസ്രയേലിനെ ന്യായീകരിക്കാൻ കഴിയുക? അപ്പോ അരസംഖ്യയുടെ മനസ്സുമായി ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിത്വം, ആ സ്ഥാനാർത്ഥിത്വമാണ് യഥാർത്ഥത്തിൽ കാലാകാലമായി BJP കോൺഗ്രസ് ഡീലിന്റെ തുടർച്ച.